ഏകദേശം ഒരു വർഷം മുമ്പാണ് ഇവിടെ വരുന്നത്. അന്ന് വന്നപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായില്ല, അനുഗ്രഹങ്ങളോ അല്ലെങ്കിൽ എനിക്ക് ഉള്ളൊരു ഗുണങ്ങളോ ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഞാൻ ഇന്ന് കൃത്യം ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ വന്നേക്കാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള അനുഗ്രഹങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. എൻ്റെ പേര് ജെറോം ജോയൻ. ഞാൻ വാതക്കാട് നിന്ന് വരുന്നു. അങ്കമാലിയിൽ നിന്ന് അടുത്തുള്ളൊരു കൊച്ചു ഗ്രാമമാണ്. ഞാൻ എൻ്റെ ബിടെക് കഴിഞ്ഞിട്ട് ഞാൻ UK MBA പഠിക്കാൻ പോയതാണ്. അപ്പോൾ MBA പഠിക്കാൻ പോയപ്പോൾ ഞാൻ കുറേ എക്സ്പെക്റ്റേഷനോടെയാണ് പോയത്. കോഴ്സൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും, പെട്ടെന്ന് പാസ്സാവും, അസൈൻമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എല്ലാം എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ പോയതാണ്. പക്ഷെ ഞാൻ പോയിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ പിടികിട്ടി. എളുപ്പമല്ല, ഒട്ടും എളുപ്പമല്ല പാസ്സാവാനായിട്ട്. അവസാനം ഞാൻ എങ്ങനെയൊക്കെയോ ഒരു വർഷം കഴിഞ്ഞ് 2ാമത്തെ വർഷത്തേക്ക് കടന്നു. എൻ്റെ ഇൻറ്റേൺഷിപ്പിൻ്റെ സമയമായപ്പോൾ എനിക്കൊരു പരീക്ഷ വന്നായിരുന്നു, അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ്. ഞാനത് എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ എക്സാം ഹാളിൽ കരഞ്ഞുപോയി. എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കണക്കൂട്ടി നോക്കിയിട്ട് ഒരു 39 മാർക്ക് പോലും 100-ൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്ക് കിട്ടുന്നില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു. ഞാൻ പിന്നെ വീട്ടിൽ ചെന്നു. പരീക്ഷ കഴിഞ്ഞ് ഞാൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു. കൂട്ടുകാരൊക്കെ എല്ലായിടത്തും പോയി ആഘോഷിക്കാൻ പോയി, ഓരോ പിക്നിക്കും അല്ലെങ്കിൽ ഓരോ കറങ്ങാനൊക്കെ പോയപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് ഇങ്ങനെ സങ്കടപ്പെടാണ്. അപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് അമ്മേനെ വിളിക്കുകയാണ്, അമ്മ ഞാൻ ഇങ്ങനെ ഒരു പരീക്ഷയിൽ തോക്കും, അഥവാ ഞാൻ തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് 5 ലക്ഷം രൂപ പിഴ അടയ്ക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ നീ ധൈര്യമായിട്ടിരിക്കും, ഞാൻ കൃപാസന മാതാവിനോട് ഇവിടെ വന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാം, ഉടമ്പടിയിൽ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അവസാനം അമ്മ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് റിസൾട്ടിൻ്റെ സമയം വന്നപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 39 കിട്ടുന്നുള്ളൂ 100-ൽ. പക്ഷേ ദൈവം സഹായിച്ച് കറക്റ്റ് 49 ആയിരുന്നു. അപ്പോൾ ദൈവം സഹായിച്ച് കറക്റ്റ് എനിക്ക് 50 മാർക്ക് കിട്ടി. ഞാൻ ആ ഒരു ഒറ്റ മാർക്കിന്, അതായത് 49 ആയിരുന്നു ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത്, ഒരൊറ്റ മാർക്കിന് ഞാൻ പോയായിരുന്നെങ്കിൽ ഞാൻ 5 ലക്ഷം രൂപ പിഴ അടച്ചിട്ട് എനിക്ക് MBA തീർക്കാനേ പറ്റില്ല, പിന്നെ എനിക്ക് വിസയും കിട്ടില്ല. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ വെക്കേഷന് വന്നപ്പോൾ ഞാൻ അമ്മേനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അമ്മ ആദ്യം എന്നോട് പറഞ്ഞത്, നീ 3-ാം ദിവസം വന്നപ്പോൾ എന്നോട് അമ്മ ആദ്യം പറഞ്ഞത് നമുക്ക് കൃപാസനത്തിൽ പോകണമെന്നാണ്. അപ്പോൾ എനിക്ക് ആദ്യം ചെറിയൊരു വിശ്വാസമില്ലായ്മ ഉണ്ടായി. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ അമ്മയുടെ കൂടെ വന്നു ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ UK കുറേ ജോബുകൾ അപ്ലൈ ചെയ്തു. ഒരു 100 കണക്കിന് ജോബ് അപ്ലൈ ചെയ്തു. പക്ഷേ ഒന്നുപോലും കിട്ടിയില്ല. അവസാനം അമ്മ എനിക്ക് എല്ലാ ദിവസവും പ്രാർത്ഥന രാവിലെ ചൊല്ലും. അതുപോലെ തന്നെ ഇവിടുത്തെ ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിൽ എല്ലാ ദിവസവും പരത്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് 10-ാം ദിവസം കൊച്ചി ഇൻഫോ പാർക്കിലൊരു ജോബ് പെട്ടെന്ന് എനിക്ക് കിട്ടാണ്. അതൊരു വല്ലാത്തൊരു അത്ഭുതമായി പോയി. ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെ ഞാൻ ആ ജോലിക്ക് പ്രവേശിക്കുകയാണ്. ജോലിക്ക് പ്രവേശിച്ച് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 8 മാസം ആ ഒരു സമയമായപ്പോൾ എൻ്റെ കമ്പനി സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോവാണ്. സാമ്പത്തികമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 മാസത്തിന് പോലും ആൾക്കാർക്ക് സാലറി കിട്ടിയിട്ടില്ല അടുപ്പിച്ച്. ഞങ്ങൾ ഫുൾ 49 പേരും ഫിനാൻഷ്യലി ഡൗൺ ആയിരുന്നു. അപ്പം ഞാൻ എങ്ങനെയെങ്കിലും എനിക്ക് കമ്പനി മാറണമെന്നുള്ളൊരു ചിന്ത ഉണ്ടായി. അപ്പോൾ ഇതേ സമയത്താണ് എനിക്ക് ഒരു നവംബർ ആ ഒരു ടൈമായപ്പോൾ എനിക്ക് മഞ്ഞപ്പിത്തം ബാധിക്കുന്നത്. ഞാൻ ഭയങ്കര സീരിയസ് ആയിരുന്നു. ശരിക്കും എൻ്റെ ലിവറിലേക്കാണ് മെയിനായിട്ട് കൂടുതൽ അഫക്റ്റ് ചെയ്തത്. SGPT SGOT ലെവൽസ് 50-ക്ക് താഴെ ആയിരുന്നു നോർമലായിട്ട് നമുക്ക് പാടുള്ളൂ ഒരു മനുഷ്യന്. പക്ഷേ എനിക്ക് ഈ ഒരു മഞ്ഞപ്പിത്തം വന്നേ പിന്നെ എനിക്കത് ആദ്യം 458 ഷൂട്ടപ്പായി. പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എന്നെ ആശുപത്രിക്ക് എത്തിക്കേണ്ട ഒരു അവസ്ഥ വന്നു. കസിൻസൊക്കെ, ഞാൻ ലിസി ആശുപത്രിയിലാണ് അഡ്മിറ്റായത്. അപ്പോഴേക്കും ഈ 450 എന്നുള്ള കൗണ്ട് 3000-ലേക്ക് ചാടി 2-ാം ദിവസം എന്നെ ICU പ്രവേശിപ്പിക്കുകയാണ്. അങ്ങനെ മെഡിക്കൽ ICU ആയി, ഗ്യാസ്ട്രോ ICU ആയി, സർജിക്കൽ ICU ആയി. അവസാനം ഭയങ്കരമായിട്ട് എൻ്റെ ഹെൽത്ത് ഡൗൺ ആയിപ്പോയി, എല്ലാം ഷൂട്ടപ്പായി. അപ്പോൾ ഡോക്ടർ അമ്മയോടാണ് പറഞ്ഞത്, അതായത് എൻ്റെ ലിവർ ഓൾമോസ്റ്റ് ട്രാൻസ്പ്ലാന്റേഷൻ്റെ പക്കത്തിൽ എത്തിയിരിക്കുകയാണ്, ഇനി ഒരു രക്ഷയില്ല. പക്ഷേ അമ്മയ്ക്ക് അപ്പോഴും കൃപാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രമേൽ ജീവനായിരുന്നു. ഇവിടുത്തെ മാതാവിനോടും അതുപോലെ തന്നെ ദൈവത്തോടും പരിശുദ്ധാത്മാനോടും പ്രാർത്ഥിച്ച് കിട്ടുന്നൊരു റിസൾട്ട്. അപ്പോൾ അമ്മ ഡയറക്റ്റായിട്ട് ഇവിടെ ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ എന്ന് പറഞ്ഞ പ്രെയറിലേക്ക് വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവർ പ്രാർത്ഥിച്ചു. ഉടനെ തന്നെ ഞാൻ
ഒരു 3-ാം ദിവസം ഞാൻ സൗഖ്യം പ്രാപിച്ചു തുടങ്ങി. എൻ്റെ ലെവൽസൊക്കെ താഴത്തേക്ക് ഡൗൺ ആയി തുടങ്ങി. അപ്പോൾ ഡോക്ടർമാർക്ക് തന്നെ ഒരു അതിശയമാണ്. അപ്പോൾ കുറച്ച് മുമ്പ് വരെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ പക്കത്തിലെത്തിയ ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ എല്ലാ ലെവൽസും താഴത്തേക്ക് പോയി. അതൊരു വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. ഞാൻ ശരിക്കും മാതാവിൻ്റെ ഒരു കയ്യൊപ്പ് അതിലുണ്ടെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ ഞാൻ അതിൽ നിന്ന് റിക്കവറായി. അപ്പോൾ അമ്മ ഡെയിലി എൻ്റെ ICUലേക്ക് സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് തൈലം എൻ്റെ നെറ്റിയിൽ പൂശും. അതുപോലെ തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പ്രത്യക്ഷ പ്രാർത്ഥനയൊക്കെ എത്തിച്ചാണ് എന്നെ ഈ രീതിയിലേക്ക് എന്നെ തിരിച്ചെത്തിച്ചത്. അങ്ങനെ ഞാൻ ജോലിയിലേക്ക് തിരിച്ചു കയറിയ ഉടനെ തന്നെ എൻ്റെ സാമ്പത്തികമായിട്ട് ടോട്ടലി ഡൗൺ ആയി. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു പുതിയ ജോലിയിലേക്ക് എനിക്ക് കയറണമെന്നുള്ളൊരു വക്കത്തിലെത്തി. അവസാനം ഞാൻ കൃപാസനത്തിലേക്ക് അമ്മ എന്നെ കൊണ്ടുവരാണ്. മാർച്ച് 5-ാം തീയതിയാണ് എന്നെ കൊണ്ടുവരുന്നത്. അപ്പോൾ മാർച്ച് 5-ാം തീയതി എന്നെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതും എനിക്ക് അത്രയും ഒരു വിശ്വാസം ഉണ്ടായില്ല. ഞാൻ ജെന്യൂനായിട്ട് തന്നെ പറയാണ്. ഞാൻ അമ്മ വിളിച്ചുകൊണ്ട് ഞാൻ വന്നതാണ്. എനിക്ക് നല്ല ദേഷ്യം ഉണ്ടായി. പക്ഷേ ഞാൻ ഇങ്ങോട്ട് വന്നു. കാരണം അമ്മേനെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വന്നു പ്രാർത്ഥിച്ചു. ഞാൻ മെയിനായിട്ട് പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളൂ, എനിക്ക് നല്ലൊരു ദൈവഹിത പ്രകാരമായിട്ടുള്ളൊരു ജോലി എങ്ങനെയെങ്കിലും കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അവസാനം ഇത് കഴിഞ്ഞിട്ട് 3-ാം ദിവസം കറക്റ്റ് 3-ാം ദിവസം എനിക്ക് EY എന്ന് പറഞ്ഞ കാക്കനാടിലെ വൺ ഓഫ് ദ ബെസ്റ്റ് MNCന്ന് എനിക്ക് ജോബ് ഓഫർ ലെറ്റർ ഇൻ്റർവ്യൂ വരാണ്. അങ്ങനെ ഇൻ്റർവ്യൂ പാസ്സായി, അന്ന് തന്നെ പാസ്സായി, അടുത്ത ദിവസം തന്നെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടണം. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും നമുക്ക് ഞാൻ കുറേ കൂട്ടുകാരോട് ഇത് പറഞ്ഞു നോക്കി. അപ്പോൾ അവർക്കൊന്നും ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷേ എനിക്കറിയാം എത്രത്തോളം മാതാവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി ഇത്രയും അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ 6 വർഷമായിട്ട് എനിക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ട് കുറച്ച് അസുഖങ്ങളുണ്ടായി. എൻ്റെ നെറ്റിയിൽ ഇവിടെ തൊലി പൊളിഞ്ഞ് പോകുന്ന ഒരു അസുഖമുണ്ട്. അതുപോലെ തന്നെ ചെസ്റ്റിൽ ഇവിടെയും എനിക്ക് നല്ല ഒരു ഇഷ്യൂ ഉണ്ടായി സ്കിന്നിൽ. ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ എൻ്റെ സ്കിൻ ഇങ്ങനെ താഴ്ത്തി ഫുൾ ഇങ്ങനെ പൊടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. അതും എൻ്റെ അമ്മ എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് തൈലം അവിടെ പുരട്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായി. പ്രതീക്ഷീൻ്റെ പ്രാർത്ഥന എല്ലാ ദിവസവും എത്തിക്കും. കുർബാനകൾ ഒരു ദിവസം പോലും മുടക്കാറുണ്ടായില്ല ഞാനും അമ്മയും. അതുപോലെ തന്നെ കുമ്പസാരം എല്ലാ വ്യാഴാഴ്ചകളും ഞങ്ങൾക്ക് തൊട്ടടുത്തുള്ളൊരു ലാറ്റിൻ പള്ളിയിൽ ഞങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും പോകാറുണ്ട്. അങ്ങനെ ഞാൻ ഒരുക്കി. അതുപോലെ തന്നെ കുറേ കാരുണ്യപ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പാവപ്പെട്ടവർക്ക് കുറേ അമ്മ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കുറേ കാരുണ്യപ്രവർത്തികൾ ചെയ്തത്. അതുപോലെ തന്നെ ഭക്ഷണം കുറേ പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ജോലി ഇല്ലാത്ത കുറേ കൂട്ടുകാർക്ക് ഞാൻ തന്നെ എന്ന് പറയുന്നില്ല, മാതാവിൻ്റെ ഒരു ഇടപെടലോടെ എന്നെ കൊണ്ട് കുറേ ആൾക്കാർക്ക് ജോബ് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്നലെ എനിക്കൊരു ഇൻ്റർവ്യൂ എൻ്റെ ഒരു ഫ്രണ്ടിന് റെഡിയാക്കാൻ പറ്റി. അപ്പോൾ അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് എന്നെപ്പോലുള്ള യുവജനങ്ങൾക്ക് ആദ്യം കേൾക്കുമ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ വിശ്വസിച്ചൊന്നും വരില്ല. പക്ഷേ എൻ്റെ ഈ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് യുവജനങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു മാതൃക ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ട് ഞാൻ നിർത്തുന്നു. അപ്പോൾ ദൈവമാതാവിന് വളരെ വളരെ നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഔസേപിതാവിനും ഈ പുണ്യമായ ഈ അൾത്താരയിൽ എനിക്കും എൻ്റെ മകനും സാക്ഷ്യം പറയാനായിട്ട് അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ ഇവിടെ 2023 മെയ് മാസം 25-ാം തീയതി തുടങ്ങി ഞാൻ ഇവിടെ ഉടമ്പടിയിലാണ്. ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ എനിക്ക് സാധിച്ചു തന്നു. അതിൽ കൂടുതൽ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയിരിക്കുന്നത് മകന് വേണ്ടിയാണ്. അപ്പോൾ പരിശുദ്ധ അമ്മ ഇനിയും ഇതുപോലെയുള്ള മക്കൾക്ക് വിശ്വാസമില്ലാതെ കൃപാസനത്തെ പറ്റി മറ്റു ട്രോളുകളും കണ്ട് കൃപാസന മാതാവിനെ പറ്റിയും ഒത്തിരി അവിശ്വസ്തതകൾ ഒത്തിരിയുള്ള ഈ കാലഘട്ടത്തിൽ ഇത് വലിയൊരു സാക്ഷ്യമായിട്ട് എൻ്റെ മകനെ മാറ്റിയത് അത് ഒത്തിരി നന്ദി പറയുകയാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ സന്നിധാനത്തിൽ ഇവിടെ ഈ പുണ്യസ്ഥലത്ത് കാല് കുത്തിയാൽ ഒറ്റ പേരും ഇതിൽ നിന്നും അനുഗ്രഹമാകാതെ ഈ പുണ്യഭൂമിയിൽ നിന്നും തിരിച്ചു പോയിട്ടില്ല. അതിന് സാക്ഷ്യമാണ് ഞാനും എൻ്റെ മക്കളും എൻ്റെ കുടുംബവും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ അങ്ങേക്ക് നന്ദി. സങ്കീർത്തനങ്ങൾ 57:1 എന്നോട് കൃപയുണ്ടാകണമേ, ദൈവമേ എന്നോട് കൃപ തോന്നണമേ, അങ്ങയിലാണ് ഞാൻ